മെമ്പറെ കോൺട്രാക്ടർ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം എത്തിയിട്ടില്ല, ഇപ്പൊ എത്തുമായിരിക്കും അല്ലേ? ആ അതെ, വണ്ടി വന്നിട്ട് അതായിരിക്കും. മെമ്പറെ കോൺട്രാക്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. സാറേ നമസ്കാരം. എന്നോട് മെമ്പർ പറഞ്ഞിരുന്നു വരും, ബസ്സിന് വരുമെന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അവിടെ മെമ്പർ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു, ബസ്സിന് വരുമെന്ന് പറഞ്ഞു. വണ്ടി എന്താ പറ്റി? ഒന്നുമില്ല, ഇവിടെ വഴിയിൽ നിന്നൊരു വണ്ടി കിട്ടി അതിലല്ലേ. എന്നാ നമുക്ക് ഒരു ചായ കുടിച്ചിട്ട്. ആയിക്കോട്ടെ. സുബിനെ ഒരു ചായ എടുക്കണം. നമ്മുടെ കോൺട്രാക്ട് സാറ്. അതിന് പാലില്ലല്ലോ, കട്ടൻ മതിയോ? നമസ്കാരം. നമ്മുടെ ഇവിടുത്തെ ആളുകളാണ്. റോഡ് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒന്ന് കോൺട്രാക്ട് ഉള്ളത്. ഈ മെമ്പർ ഇപ്പൊ വരും. മെമ്പറെ വിളിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ മെമ്പറിനെ വിളിച്ചോ. മെമ്പർ എന്തോ പരിപാടിയിലായിരിക്കും. ഹലോ മെമ്പറെ കോൺട്രാക്ടർ എത്തിയിട്ടുണ്ട്. അതെ, കോൺട്രാക്ടർ എത്തി. നിങ്ങൾ ബസ്സിന് വരുന്നുണ്ട്, കാറിലാ വന്ന്. വണ്ടി എന്തോ വന്നു. എത്ര നേരം വെയിറ്റ് ചെയ്യണം? എവിടെയാണ് മെമ്പറെ? മെമ്പറിനാ വൈകിയത്? അല്ല, ഞാൻ വൈകിയല്ലോ, എനിക്ക് വേറെ ഇതുണ്ടായിരുന്നു. അതിന്റെ ഒരു പഞ്ചായത്തില് കോഴി കൊടുക്കില്ല. പഞ്ചായത്തിലല്ല, വീട്ടിലെ പ്രശ്നം. വീട്ടിലെ പ്രശ്നം അതിന് പഞ്ചായത്തിൽ കോഴി അല്ല, കോഴിയൊക്കെ നമുക്ക് എപ്പോഴും കൊടുക്കാതെ. വീട്ടിലെ പ്രശ്നം വന്നല്ലേ ഏറ്റവും വലിയ പ്രശ്നം. അത് തീർത്തിട്ടില്ല പിന്നെ നാട്ടുകാരെ സേവിക്കാൻ നടന്നത്. പക്ഷെ ഞാൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് വീട്ടില് സേവിക്കുന്നതിലും നാട്ടിലെ സേവിക്കുന്നത് നല്ല പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ സേവിച്ചിട്ട് കിട്ടുന്നതുകൊണ്ട് വേണ്ട വീട്ടിൽ കൊണ്ട് കൊടുക്കാം. ഇല്ല സാറേ, അങ്ങനത്തെ മെമ്പറാണ്. സാറേ നമ്മുടെ റോഡ് പണി ഉടനെ തുടങ്ങും. 3 ദിവസം താമസം. ഇവിടെ ഈ ഏരിയ 24-ാം തീയതി, ജനുവരി 24-ാം തീയതി പണി തുടങ്ങും അല്ലെ? അപ്പൊ ജനുവരി 24-ാം തീയതി നമ്മുടെ സിനിമ റിലീസ് ആക്കാൻ പോവാണ്. ലീഷേട്ടാ, എന്തോ ഇത് ഞങ്ങൾ പെട്ടെന്ന് അറേഞ്ച് ചെയ്താൽ ഞാൻ ജാഫറും കൂടി നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി. റോഡ് പണി ഗംഭീരമായിട്ട് ജനുവരി 24-ാം തീയതി എങ്ങനെ ഉണ്ടെന്ന് ടാറിങ് നോക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് എല്ലാവരും ഓടിയെത്തും അല്ലേ? ഇതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും നല്ലൊരു സിനിമയുടെ ഭാഗം അല്ലേ? എനിക്ക് ഈ സിനിമയുടെ പേരാണ് കേട്ടോ ഞാൻ കളരി എഴുതാൻ പോയപ്പോൾ ആദ്യ അക്ഷരം ആ ഈ എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞു. എന്താണ് അല്ല, അത് പഠിപ്പിച്ച ആശാനോ ആശാത്തി ആരാന്ന് അറിയണം. അമ്മായാലും തുടങ്ങൂല. ലാസ്റ്റല്ലേ? ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. ഞാൻ മൊത്തം പറയട്ടെ, അവസാനം വരുന്നത് അല്ലല്ല, ഒരെണ്ണം വേറെ തെറ്റി. അടുത്ത കാലത്ത് എന്ന് പറഞ്ഞൊരു 30-35 വർഷത്തിന് മുമ്പാണ് ഇലു എന്ന് പറയുന്ന അക്ഷരം ഉണ്ടായിരുന്നു. അത് ഇലു മാറ്റി. പുതിയ സിലബസിൽ അതില്ലാന്ന് പറഞ്ഞു. ഇലു വെച്ചിട്ട് പേര് തുടങ്ങാൻ പറ്റുമോ? ഇലു വെച്ചിട്ട് പേര് പറയാൻ പറ്റുമോ? ഇല്ല. ഇലു വെച്ചിട്ട് തുടങ്ങാൻ പറ്റാത്തോണ്ട് അക്ഷരം എടുത്ത് മാറ്റിയത് ഇങ്ങനെ കുനിച്ച നാ പോലെ വരച്ചിട്ടിരിക്കേണ്ട സാധനം. അത് എന്തിനുണ്ടാക്കിയെന്ന് അവർക്ക് ആർക്കും അറിയാൻ പാടില്ല. എന്തിനാക്കേണ്ടത് പോട്ടെ, അതാണ്. അതെ, അപ്പം ആ ഒരു സിനിമ എനിക്ക് ദിലീഷേട്ടാ, എൻ്റെ നാട്, എൻ്റെയും ജാഫറിൻ്റെയും നാടാണ്. നാടിൻ്റെ മനോഹരത എന്ത് രസമാണ്. നമ്മളൊരു സിനിമയുടെ പ്രൊമോഷൻ ഷൂട്ട് തന്നെ വെറൈറ്റി ആക്കി. നമ്മൾ ആ ലൊക്കേഷനിൽ തന്നെ ആക്കി. ഇങ്ങനെയൊന്നും ഒരു ലൊക്കേഷനിൽ വന്നിട്ട് ഒരു പ്രൊമോഷൻ ഷൂട്ട് ഇതുവരെ നടന്നിട്ടില്ല. ദിലീഷേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ഹൈ റേഞ്ചിൽ ഒത്തിരി സിനിമകൾ ഷൂട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ലൊക്കേഷനും ഈ സിനിമയും? എൻ്റെ ജീവിതത്തിൽ ലൊക്കേഷനിൽ പോയി പ്രൊമോഷൻ ഞാനും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. സിനിമയുടെ ലൊക്കേഷനിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പരിപാടി സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാപ്പി പ്രൊഡക്ഷൻസിൻ്റെ പ്രൊഡക്ഷൻ ടീം സെറ്റ് ചെയ്തതാണ്. അത് നല്ല കാര്യമാണെന്നാണ് തോന്നുന്നത്. ഇതിൽ കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഏകദേശം 1 മാസത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ 1 മാസം ഫുൾ അടിപൊളിയായിട്ട് ഇല്ല നടന്നാണ് ഇവിടുത്തെ നാട്ടുകാരെ കണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ പ്രദേശമൊക്കെ ആയിട്ട് ഒന്നാമത് നല്ല മനോഹരമായ സ്ഥലമാണ്. തീരെ തിരക്ക് കുറവാണ്. ശാന്തത, സമാധാനം, പ്രകൃതി. അപ്പോൾ അങ്ങനെ സമാധാനത്തിലിരുന്നാണ്. അപ്പോൾ ഇവിടെ ഇടയ്ക്ക് വരണം തോന്നിയിരുന്നു, പക്ഷേ തിരക്കൊക്കെ ആയിട്ട് പിന്നെ പറ്റിയില്ല. ഇന്നിപ്പോൾ പ്രൊമോഷൻ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും വരാൻ പറ്റി, എല്ലാവരെയും കാണാൻ പറ്റി. അടിപൊളി. എല്ലാ ആളുകളും അല്ല, അങ്ങനെ ഒരു പദ്ധതിയിലാണ് നമ്മൾ കണക്കൂട്ടി ഇത്രയും നേരം പോയത്. ഒരു ഒച്ചപ്പാടും ഇല്ല, ബഹളവും ഇല്ല, ഒന്നുമില്ല. വല്ലപ്പോഴും സാധാരണക്കാർ പോകും, വല്ലപ്പോഴും ഒരു വണ്ടിയൊക്കെ പോകും. പക്ഷെ ഇന്ന് എന്നാ പറ്റിയെന്നറിയാം, ഇന്ന് എറണാകുളം അറ്റ്ലാന്റിസിൽ പോകുന്നുണ്ട്. അറ്റ്ലാന്റിസ് മറ്റേ ഷിപ്പ് യാർഡിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ 3-4 കവലയിൽ നിന്ന് പോരും.
ഇതുപോലെ വണ്ടി ഇവിടെ റോഡ് കൂടെ 8 ടിപ്പർ, പിന്നെ ഈ മറിച്ചോണ്ട് ഇങ്ങനെ കറിയെ കൊണ്ട് നടക്കണ 7 വിഷയം, ഇനി 6 വന്നോണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ റോഡ് പണി നടക്കുക. നമ്മുടെ ഈ സിനിമയിൽ ഈ റോഡ് പണിയെ കുറിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട്. അപ്പൊ ആ പരാമർശമായിട്ട് ഇത് വെച്ച് നോക്കി കഴിയുമ്പോ തന്നെ ഏതാണ്ട് നമ്മുടെ പടം റിലീസ് ആകുമ്പോൾ ഈ പണിയും തുടങ്ങാൻ വഴിയുണ്ട് റോഡിന്. നാട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാവും. നമ്മുടെ സിനിമയായിട്ട് ഇല്ലാന്നില്ല, നല്ല എഞ്ചിനാണ്, ഭയങ്കര എഞ്ചിൻ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് അല്ലേ? നമ്മുടെ നാട്ടിലെ സൗന്ദര്യം നമുക്ക് എന്തോരം വേണം പറഞ്ഞു. അല്ല, സാറിന് ഞാൻ പറഞ്ഞല്ലോ എന്തോരം വേണം. ദിലീഷ് ചേട്ടന്റെ സിനിമകളും ഇവിടെ ഹൈറേഞ്ചിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. എത്ര സിനിമകൾ ഹൈറേഞ്ചിൽ ചെയ്തേക്കണം അല്ലേ? എൻ്റെ ആദ്യത്തെ പടം മഹേഷ് കൂടിയല്ലേ ചെയ്തു. ആ പള്ളി ഓർക്കുന്നില്ലേ? ആ പള്ളി നമുക്ക് ഇപ്പോഴും കാണാൻ കൊതിയാവുന്ന പള്ളിയാണ്. എന്തോരം സാധനങ്ങൾ ചുവന്ന് കയറ്റിയതാണല്ലേ? എനിക്ക് ആ കഥ ഓർക്കുന്നു. എന്തോരം കുരിശുമല ചുവന്ന് കയറ്റണമല്ലോ അവിടെ, വണ്ടികളൊന്നും പോവില്ലോ. ആദ്യത്തെ സിനിമ അവിടെ തുടങ്ങിയതാണ്. അവിടെ പോയപ്പോൾ ക്ഷീണമില്ലായിരുന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ആ മൊത്തത്തിൽ ചോദിച്ചപ്പോൾ അലൻ ഷെയറിൽ ഞങ്ങളൊക്കെ നടന്ന് എല്ലാവരും കയറിയില്ലേ, കയറി കഴിഞ്ഞിട്ട് ചുമ്മാ താഴെ വന്ന് കഴിയുമ്പോഴത്തേനും മതി കയറിയിട്ട് വലിയ ക്ഷീണം തോന്നിയോ. അപ്പൊ ആ വീട്ടുകാരൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, ഇവിടെ ലൊക്കേഷൻ പിടിക്കുന്ന എല്ലാ പടവും വിജയിക്കുന്ന ക്യാമറ സെറ്റായിട്ടുള്ളൂ. അലഞ്ചേണ്ട അത് സാക്ഷിയാണ്. ആ കുരിശുമല പിടിച്ചിട്ടുണ്ട്. ആ കുരിശുമല ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പടം വിജയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കരിങ്കല ചക്രമായി പോയി, പിടിച്ചാൽ കിട്ടാത്ത പടമായി പോയി അല്ലേ? അങ്ങനെ പറഞ്ഞ ഞങ്ങൾ അല്ലെങ്കിൽ ഞാനും എല്ലാവരും കൂടെ ഒരു വീട്ടിൽ വന്നായിരുന്നു. ഒരു കോൺഗ്രസിൻ്റെ എന്തോ ഒരു നേതാവായിരുന്നു. അദ്ദേഹം വന്ന് കടുങ്കാപ്പിയും കുഴലപ്പം അല്ലേ, നമ്മുടെ വഴനയപ്പം അല്ല. അവിടെ ഷൂട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ മഹേഷ് പൊട്ടു എന്നാണ് ജാവ്ദേക്കർ പറഞ്ഞത്. അല്ല സത്യമായിട്ടേ അല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു വർത്താനേ അങ്ങനെ പറഞ്ഞല്ലോ. അല്ല അത് യാഥാർത്ഥ്യം ആവുകയും ചെയ്തു. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ ആ കുരിശുമലയിലിരിക്കുന്ന തമ്പുരാനൊരു നന്ദി പറയാം അല്ലേ? തീർച്ചയായിട്ടും. പറയാം. അതിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ ഇപ്പം ഇരിക്കുന്നത്. ആ കുരിശുമലയുടെ താഴെ ഇരുന്ന് നമ്മൾ മൂലമറ്റിന്റെ ഏറ്റവും ടോപ്പിൽ നിന്നാണ് ഇപ്പം പ്രൊമോഷൻ നടക്കുന്നത്. ദിലീഷേട്ടാ, ഇപ്പം നിലവിൽ കുറേ സിനിമകളായി. ദിലീഷേട്ടൻ്റെ സിനിമകൾ ഇപ്പം ഈ കഴിഞ്ഞ വർഷം എടുത്ത് നോക്കുമ്പോൾ ഈ വർഷം എടുത്ത് നോക്കുമ്പോൾ കുറേ സിനിമകൾ എല്ലാം നല്ല നല്ല സിനിമകളായിട്ട് വരുന്നു. ദിലീഷേട്ടൻ എപ്പോഴും അഭിനയമാണോ ഡയറക്ഷനാണോ? ഡയറക്ഷൻ കുറേ ആയി, നമ്മൾ ഒത്തിരി നാൾ കാത്തിരിക്കുകയാണ് ദിലീഷേട്ടൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി. ഉടനെ സംഭവിക്കും, ഉടനെ തന്നെ ഉണ്ടാവുമായിരിക്കും. ഞാനും എൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ചെയ്തത് ജോജിയാണ്. ജോജി ഒരു റിലീസ് കഴിഞ്ഞിട്ടൊരു 3-4 മാസം നമ്മൾ ഇച്ചിരി കുഴപ്പം. പക്ഷെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുതൽ നമ്മൾ അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഐഡിയ, ഒരു കഥയ്ക്കോ വേണ്ടിയിട്ടുള്ള തപ്പലിലാണ്, അതിൻ്റെ പരിപാടികളിലാണ്. അപ്പോൾ പല കഥകൾ ഇതിനിടയിൽ ഉരുത്തിരിഞ്ഞ് വന്നു. അതിൽ കുറച്ച് വർക്ക് ചെയ്ത് നോക്കി. പക്ഷേ തൃപ്തികരമായിട്ടുള്ള ഒരു വളർച്ച അതിനുണ്ടാകാതെ വരുമ്പോൾ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോണത്. ഒരു സിനിമയാണെന്നുള്ള തിടുക്കത്തിലും തിരക്കിലൊക്കെ തന്നെയാണ് ഞാനും. ഇപ്പം ഒരു 2 ഐഡിയയിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വട്ടെത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത്യാവശ്യം ഒരു ഫസ്റ്റ് ഹാഫൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വർഷം അവസാനത്തേക്ക് അതിലേതെങ്കിലും ഒരു പടം ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ. നമുക്ക് ചാൻസ് ഉണ്ടാവട്ടെ. എന്റെ ഡേറ്റിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു അവിടെ കഥയൊക്കെ ആയി. ജാഫറിന്റെ ഡേറ്റിന്റെ പ്രശ്നമാണ് അതിന്റെ ഇടയ്ക്ക് പറഞ്ഞു ജാഫർ. അല്ല, എല്ലാവരും അത് ഒരു സിനിമയ്ക്ക് കഥാപാത്രം ആരൊക്കെയാണെന്ന് ആ കഥാപാത്രം നിങ്ങൾക്ക് ഉള്ളതാണെങ്കിൽ ആ കഥാപാത്രം കിട്ടും. കഥാപാത്രം ഒരു വ്യക്തികൾക്കല്ലല്ലോ അല്ലേ? അങ്ങനെയല്ല ഒരു സിനിമ അല്ലേ? കഥാപാത്രങ്ങളാണ്. കഥാപാത്രങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഇപ്പം മെയിൻ ക്യാരക്ടർ പോലും ആരാ ചെയ്യേണ്ടതെന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. അത് എടുത്തു കഴിഞ്ഞത് എൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാനും ചോദിച്ചിട്ടുണ്ട് ഒരു കഥാപാത്രം തരാണോ. പിന്നെ ഞാൻ എന്നും കാണുമ്പോൾ ചോദിക്കും അടുത്ത പടത്തിലെങ്കിൽ എനിക്ക് ശ്രുതി കുറെ ആയി നമ്മൾ കണ്ടിട്ട് അല്ലേ? നമ്മള് ലാസ്റ്റ് കണ്ടത് മഹാറാണിയുടെ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഇന്നാണ് കാണുന്നത്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഈ സിനിമയിൽ എങ്ങനെയാണ് കഥാപാത്രം? ഇതില് ജിൻസി എന്ന് പറഞ്ഞ കഥാപാത്രമാണ് സിനിമയുടെ ഒരു മെയിൻ ഒരു കഥയുടെ മെയിൻ ഒരു ഏരിയയിലാണ് ജിൻസി വരുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ജിൻസി ഉള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഒരുപാട് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു സിനിമയിൽ. ഇഷ്ടപ്പെട്ട് വളരെയധികം. എല്ലാ സിനിമയും അങ്ങനെ തന്നെ, പക്ഷെ കുറച്ചും കൂടി ഒരു ഇഷ്ടം തോന്നിയിരുന്നു ഈ ക്യാരക്ടറിനോട്. പിന്നെ തോമസ് സാറിൻ്റെ മൂവിയാണ്. അങ്ങനെ വന്നതാണ് ഈ സിനിമയിലേക്ക്. പിന്നെ വിളിച്ചത് ഇതിൻ്റെ അസോസിയേറ്റ് ആണ്. പിന്നെ കഥ പറഞ്ഞു, ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ്. ദിലീഷേട്ടനുമായിട്ട് ആദ്യം ഇല്ല, നമ്മൾ അഭിനയിച്ചിട്ടുണ്ട്. ഈ പടത്തിലല്ല. എനിക്ക് കൂടുതൽ ദേവദർശിനി മാം ആയിട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരാണ് ഞങ്ങളുടെ സീൻസ് മൊത്തം ഉള്ളത്, കോമ്പിനേഷൻസ്. അവര് തമിഴ് പഠിച്ചോ?
അവര് മലയാളം പഠിച്ചോ സുധി തമിഴ് പഠിച്ചോ? എങ്ങനെയായിരുന്നു? എനിക്ക് തമിഴ് അറിയാതൊന്നും പ്രശ്നമില്ലല്ലോ. എളുപ്പമായിരുന്നല്ലോ അല്ലേ? അത് അങ്കമാലി ഭാഷ ശരിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അല്ല, മാം ഭയങ്കര ഇതായിരുന്നു. മാമിന് ശരിക്കും മലയാളം നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് മാം പഠിച്ചിട്ട് തന്നെയാണ് ലൊക്കേഷൻ നവാസിന്റെ ചായക്കടയിലാണ് ഇപ്പൊ നമ്മൾ ഇരിക്കണം അല്ലെ? ഇവിടെയാണ് എല്ലാ കുനിസ്റ്റും രാഷ്ട്രീയമൊക്കെ സംസാരിക്കുന്നത്. സുബിന്റെ നവാസ് ഞാൻ കഥാപാത്രം പറ്റി എല്ലാവരും പേര് വിളിച്ചു വന്നു. സുബിന്റെ ചായക്കടയിൽ ഇരിക്കുവാണ് അല്ലെ? ഇവിടെയാണ് എല്ലാ ചർച്ചയും നടക്കുന്നത് അല്ലെ? എങ്ങനെ ഉണ്ടായിരുന്നു ചർച്ചകൾ സിനിമയിൽ? ഇവിടെ ചർച്ചകൾ കുറവായിരുന്നില്ലേ? ഇപ്പൊ പുറത്തുനിന്നായിരുന്നു. ഇവിടുന്ന് ചായ പിടിക്കാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചർച്ചകളായിട്ടൊന്നും ഉണ്ടായില്ല. കുറച്ച് സംഭാഷണങ്ങൾ മാത്രമേ ഉള്ളൂ. കോൺട്രാക്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമായിരുന്നോ? ഇടക്ക് 2-3 വരുത്ത് അല്ലേ? 2-3 വരുത്തോട് നിർത്തി ഇവിടെ വരാം. കുറെ സമയത്ത് സുബിൻ ഇവിടെ ഇല്ലായിരുന്നു. ഞാൻ സുബിനില്ലാത്ത സമയത്ത് അച്ഛനുമായിട്ടായിരുന്നു. അച്ഛനല്ല, ആശാനാണ്. അച്ഛനല്ല, ആശാന്റെ കഥാപാത്രമാണ്. ഞാൻ ഇനി ആശാനാണോ അച്ഛനാണെന്നല്ലോ, ആശാന്റെ കൂടെ ആയിരുന്നു. സുബിൻ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയി. ആ സമയത്ത് ആശാനുമായിട്ടായിരുന്നു കൂടുതൽ. 24 മണിക്കൂർ വന്നിരിക്കുന്നത്. ആശാൻ ഉൾക്കണ്ണ്, ഉൾക്കണ്ണിലെ കാഴ്ചയാണ് ഏറ്റവും വലിയ കാഴ്ച. അവിടെയാണ് ജാവറ എല്ലാം ഇവിടെ കേട്ടിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇടാൻ പറ്റുമല്ലോ. എന്നുവെച്ചിട്ട് കുറെ സിനിമകൾ നമ്മൾ കുറെ കണ്ടു അല്ലെ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. താങ്കളെ പോലെയുള്ള കലാകാരന്മാർ എത്ര നാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അല്ലെ? നല്ല നല്ല വേഷങ്ങൾ ചെയ്ത് വരുന്നുണ്ട്. സംതൃപ്തനല്ല താങ്കൾ? സംതൃപ്തനല്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തൊക്കെ നല്ല ഇത് അതേമാതിരി തന്നെ നല്ല സംതൃപ്തമായ റോളാണ്. കണ്ണ് കാണാൻ പറ്റാത്തൊരു സംഭവം ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കിട്ടുന്നതൊക്കെ സംഭവം വളരെ സന്തോഷത്തിൽ തന്നെയാണ്. ഒരു നാടക നടൻ എന്ന നിലയിലേക്ക് അപ്പുറത്തേക്ക് സിനിമാ നടനായപ്പോൾ ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ജീവിതത്തിൽ ഇല്ലേ? ജീവിതത്തിൽ അത്ര വലിയ വ്യത്യാസം എന്നൊക്കെ പറയുന്നത് ഇല്ല, അങ്ങനെ വലിയ വ്യത്യാസം. സ്ഥലമൊക്കെ വാങ്ങിയില്ലേ? കോഴിക്കോട് പച്ചരി മാറ്റി ബിരിയാണി ആയി തുടങ്ങുന്നില്ല. അല്ല, ഒത്തിരി ഞാൻ പറഞ്ഞില്ല എല്ലാ കഥാപാത്രങ്ങളും ഒന്നിനൊന്നും അല്ല ദിനേഷ്. എത്രയോ കഥാപാത്രങ്ങൾ അതൊക്കെ ഒരു അവസരം. അതിന്റെ ഭാഗ്യം അങ്ങനെ കിട്ടിയതിനെ കൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഏതായാലും നല്ല നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട്. ആ ഒരു ദിലീഷ് ചേട്ടൻ്റെ ഒക്കെ കൈ വിടാതെ പിടിച്ചോണം. നമ്മള് കാണുന്നതിന് മുമ്പേ ഫോൺ ചെയ്ത് കണ്ട് ഞാൻ വിളിച്ചിരുന്നു. അങ്ങനെ ആ പടത്തിന്റെ പ്രിവ്യൂ കണ്ടിരുന്നു. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു സിനിമയുടെ നമുക്കിപ്പോൾ സിനിമകൾ ഒത്തിരി സിനിമകൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 2024 234 സിനിമകൾ ഇറങ്ങി. അത് 26 സിനിമകളും വിജയത്തിലേക്ക് പോകുന്നു. ബാക്കി സിനിമകളൊന്നും വിജയത്തിലേക്ക് വരുന്നില്ല, സിനിമകൾ പോകുന്നു. ദിലീഷയുടെ ഈ സിനിമ ഒരു മേക്കിംഗ് രീതിക്ക് ഒത്തിരി വ്യത്യാസം വന്നുണ്ട്. ഇപ്പം ഏത് സിനിമ പ്രേക്ഷകർക്ക് കൊടുത്താൽ സ്വീകരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഡയറക്ടർ എന്ന നിലയിലേക്ക് അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഇപ്പം എല്ലാ കാലത്തും നമുക്ക് അറിയത്തൊന്നുമില്ല ഏത് സിനിമ ആൾക്കാർ സ്വീകരിക്കുക, ഏത് സിനിമ ഓടുന്നു അങ്ങനെ കൃത്യമായിട്ടൊന്നും അറിയാമായിരുന്നെങ്കിൽ എല്ലാവരും ഓടുന്ന പടം മാത്രമല്ലേ പിടിക്കുകയുള്ളൂ. കാലാകാലങ്ങളായിട്ടൊരു പെർസെൻറ്റേജ് ഓഫ് ഫിലിംസ് ഇപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ടൊരു കുറച്ച് നമ്പർ ഓഫ് ഫിലിംസ് അല്ല, ബാക്കിയെല്ലാം അങ്ങനെ കൊമേഴ്ഷ്യലി വർക്കാവില്ല എന്ന് വെച്ച് പല സിനിമകളും വേറെ തരത്തിലുള്ള അറ്റംപ്റ്റുകളായിരിക്കും. കൊമേഴ്ഷ്യലി വിജയിക്കാത്ത സിനിമകൾ മുഴുവൻ ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നൊന്നുമില്ല. അതിൻ്റേതായൊരു സ്പേസ് എപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ടാവും. ചിലപ്പം കൊമേഴ്ഷ്യലി വിജയിക്കാത്ത പല പടങ്ങളും കുറച്ച് കാലങ്ങൾക്ക് ശേഷം ചർച്ചയാവുകയും വിജയിക്കുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടായി വരും. അതൊക്കെ ഇതൊരു ആർട്ട് ഫോമാണല്ലോ, അതിനൊരു കാലമൊന്നുമില്ല. അതുകൊണ്ട് വിജയിക്കാത്ത പടങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ട് എഴുതി തള്ളരുതെന്നാണ്. കൊമേഴ്ഷ്യലി വിജയിക്കാത്ത പടങ്ങൾ അപ്പം അതിനകത്തും കുറേ അറ്റംപ്റ്റുകൾ ഉണ്ടാവും. ആ നിലക്കൊക്കെ ബിസിനസ് പരമായിട്ട് സിനിമയ്ക്കൊരു മേച്ചൽ പുറം എങ്ങനെയാണെന്ന് ചിന്തിച്ചു? ബിസിനസ് പരമായിട്ട് എങ്ങനെയാണ് ചിന്തിച്ചിട്ടുണ്ടോ ദിലീഷ്? ഇപ്പം കുറച്ചും കൂടെ അതിൻ്റെ സ്പേസ് കൂടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഒരു കളക്ട് ചെയ്യുന്ന പടങ്ങൾ ഭീകരമായിട്ട് കളക്ട് ചെയ്യും, എന്നാൽ കളക്ട് ചെയ്യാത്ത പടങ്ങൾ തീരെ കളക്ട് ചെയ്യാത്തൊരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഭയങ്കര വ്യത്യാസം വന്നു പോയി അല്ലേ? അപ്പം ഒരു ആവറേജ് പടം എന്ന് പറയുന്നത് ഇപ്പം വളരെ കുറവാണ്. ഒന്നുകിൽ ഹിറ്റായ പടം അല്ലെങ്കിൽ ഫ്ലോപ്പായ പടം കൊമേഴ്ഷ്യലി. അതെ അതെ അതെ, അങ്ങനെ രണ്ട് തട്ടേ ഉള്ളൂ. ഇപ്പം ഒരു ആവറേജ് പടം എന്ന് പറയുന്നത് അവസ്ഥ കൊമേഴ്ഷ്യലി കുറവാണെന്ന് തോന്നുന്നു. മിഡിൽ ക്ലാസ് ഇല്ല. ശരിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഓഡിയൻസ് കുറച്ചും കൂടെ വൈഡ് ആയിട്ടുണ്ട്. മറ്റു ഭാഷയിലുള്ളവരൊക്കെ മലയാള സിനിമകൾ കാണാൻ തുടങ്ങിയത് ഈ റീസെൻറ്റ് ടൈമിലാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഓഡിയൻസ് കൂടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ കുറച്ചും കൂടെ സ്പേസ് ഇപ്പം ഓവർസീസിലൊക്കെ എല്ലാ രാജ്യങ്ങളിലും തന്നെ മലയാളം പടം റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇപ്പം കേരളത്തിൽ ഒരു പടം ഒരു ഹിറ്റാവുന്ന ഒരു പടം കളക്ട് ചെയ്യുന്ന
അല്ലെങ്കിൽ അതിൻ്റെ എമൗണ്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫിഗർ ഇന്ത്യക്ക് വെളിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നൊരു സാഹചര്യം വന്നിട്ടുണ്ട്. ഇപ്പം മെയിനായിട്ട് ഇപ്പോൾ GCC പ്രധാന GCC രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ UK, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഷെയർ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു പടം കളക്ട് ചെയ്യുന്നതിൻ്റെ 75% ഫണ്ട് പുറത്തുനിന്ന് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ നോക്കി അങ്ങനെ മൊത്തത്തിൽ അത് കൂടിയിട്ടുണ്ട്. ഇപ്പം അതിപ്പോൾ നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ഇപ്പം പുറത്തെ രാജ്യങ്ങളിലൊക്കെ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഈ സിനിമ മലയാള സിനിമകൾ കാണാൻ വരുന്നവരിൽ വിദേശികളുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളല്ലാത്ത ഇന്ത്യ എന്നുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഏരിയയിൽ ഓഡിയൻസിന് ഒരു വലിപ്പം കൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഒരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, ഡയറക്ടറാണ്, ആക്ടറാണ്. എപ്പോഴും ഒരു നമുക്കിഷ്ടം ഡയറക്ഷൻ തന്നെയല്ലേ? പ്രൊഡക്ഷൻ കമ്പനി ഒരു തലവേദനയാണോ? തലവേദന എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം എല്ലാം നമുക്ക് തലവേദനയാണല്ലോ. ഇപ്പോൾ ഒരു പണിയില്ലായിരിക്കണം, അതാണല്ലോ ഏറ്റവും സുഖം എന്ന് പറയാൻ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പം അഭിനയം വല്ല തലവേദന കുറവുണ്ട്. നല്ല തലവേദന അഭിനയിക്കുന്നത് നല്ല തലവേദന ഉണ്ട് കേട്ടോ. ചുമ്മാ അതും ഇല്ല, അത് പറയല്ലേ. 1-2 പടത്തെ അല്ല. പക്ഷേ നമ്മളൊരു സിനിമ സാധ്യമാകുന്നതിൻ്റെ ഭാഗമായിട്ട് ശക്തമായിട്ടൊരു സ്ഥാനത്ത് നിൽക്കുക എന്ന് പറയുന്നത് അത് രസമുള്ളൊരു പ്രവൃത്തിയും കൂടിയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. നമുക്കതിനകത്ത് ആ സിനിമ സംഭവിക്കാൻ കാരണമാകുക എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ എല്ലാ സിനിമകളും ഇപ്പം ചില സിനിമകൾ ചെയ്യുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ ഇത് സംഭവിച്ചു കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. പിന്നെ ചില സിനിമകൾ ഇത് വിജയിക്കുമെന്ന് നമുക്ക് ചില തോന്നലുകളുണ്ടാവും. അപ്പം അതിൻ്റെ ലാഭം കിട്ടിക്കോട്ടെ എന്ന് ഏത് മനുഷ്യനായാലും. പക്ഷേ ടെൻഷൻ ഉണ്ടാവും, സാമ്പത്തിക ബാധ്യതകളുണ്ടാവും. ഒരു പടം നമുക്ക് പഴയതുപോലെയല്ലേ. ഒരു പടം നമ്മൾ എത്ര പടം വിജയിച്ചാലും ചിലപ്പം ഒരു പടത്തിൻ്റെ പരാജയമാണ് നമ്മൾ ഇതുവരെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആ കമ്പനിയുടെ മുഴുവൻ അസറ്റും. കാരണം നമുക്ക് ചരിത്രം അങ്ങനെയാണ്. അങ്ങനെ നമ്മൾ കടപ്പെട്ടു പോകും ഒരു പടം വർക്കായില്ലെങ്കിൽ. അപ്പം അങ്ങനത്തെ റിസ്കുകളൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയാണ് നമുക്കെല്ലാം തന്നത്. അപ്പോൾ സിനിമ തന്നെ നമുക്ക് ബെറ്റ് ചെയ്യാം. അവിടെ തന്നെ ഉള്ള ജീവിതം. ജാഫർ, നിങ്ങൾ തമ്മിൽ ഭയങ്കര സൗഹൃദമാണെന്ന് എനിക്കറിയാം. എനിക്കറിയാമല്ലോ. അത്ര വലിയ തകർന്നു ഞാൻ വലിയായിട്ടൊന്നും അടുപ്പിക്കുകയല്ല. അല്ല, അത് പറഞ്ഞ സമയം ഞങ്ങൾ എവിടെയെങ്കിലും ലൊക്കേഷനിൽ പോയാലും, ഞാൻ ഈ ഇടയ്ക്ക് ഞങ്ങൾ 2 പടങ്ങൾ ഒരുമിച്ച് അഭിനയിക്കാൻ പോയ സിറ്റുവേഷൻ. അപ്പോഴും ദിലീഷ് സാറെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യം ഞങ്ങളുമായിട്ടുള്ള ഇവിടെ മല കയറിയ കാര്യങ്ങളൊക്കെ അപ്പം അത്രയും നല്ലൊരു സൗഹൃദമാണ്. നിങ്ങളുള്ള ഈ സൗഹൃദം എങ്ങനെയാണ് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? സൗഹൃദം കൊണ്ടു നടക്കുന്ന ഇപ്പം സാറിന് മാത്രമേ ഉള്ളൂ. നീയായിട്ട് ഇപ്പം സാറിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 15 ഒരു 20 കൊല്ലത്തിൽ കൂടുതലായിട്ടില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ തമ്മിലുള്ള പരിചയത്തിൽ 10-35 കൊല്ലമല്ലേ. ഞാൻ എൻ്റെ പ്രായത്തിൽ ഞാൻ കണ്ട അല്ലേ? ഞാൻ എൻ്റെ എളുപ്പമല്ലേ നീ അല്ലേ? അന്ന് നീ ഒരു ചെറിയൊരു ക്യാമറയും തൂക്കി പിടിച്ചോണ്ട് നടക്കണ എനിക്കറിയാലോ. ഇവിടെ മണ്ണപ്പുറത്താന്ന് പറയണ്ടല്ലോ. അപ്പൊ ആ സൗഹൃദം അന്ന് ഇന്നേ വരെ എന്തെങ്കിലും ക്ഷീണം തട്ടിയിട്ടുണ്ടോ? ഇല്ല. നമ്മള് സൗഹൃദം കൊണ്ടു നടക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കൂടുതൽ വിളിച്ചൊന്ന് ശല്യം ചെയ്ത് ചുമ്മാ അളിഞ്ഞ് കയറാതിരിക്കുക. ഇതാണ് നമ്മുടെ ഇത്. നമുക്ക് എന്തോരം നടന്മാരൊക്കെ ആയിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ സാറുണ്ടാവരുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ ആവശ്യമില്ലാതെ ചോദിച്ചു വയ്ക്കാം. ആവശ്യമില്ലാതെ ഞാൻ സംസാരിക്കാറില്ല. ഞങ്ങൾ ഒത്തിരി സംസാരമൊന്നുമില്ല. സാറ് പറഞ്ഞല്ലോ, വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ജാഫർ ആയിട്ട് വലിയ നമ്മൾ ഒത്തിരി വലിയ അങ്ങനെ ഇടപെടുകി സംസാരിച്ചിരുന്നുണ്ട്. ഞാൻ പടത്തിനകത്ത് കൊടുത്തു, ഭംഗിയായിട്ടാണ് കൈകാര്യം ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോൾ ഒരു പടത്തിലെത്തി. ഞാനിപ്പം ഈ പടത്തിനകത്താണ് ഇപ്പം നമ്മുടെ ആയിലാണ് ഞാൻ സാറുമായിട്ട് കൂടുതൽ അല്ലേ കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ പടത്തിൽ കൂടുതൽ സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നതും ജാഫറിൻ്റെ കഥാപാത്രമായിട്ടാണ്, മെമ്പറുമായിട്ടാണ്. അപ്പോൾ ഒരുമിച്ച് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ആ സമയത്തും ഞാൻ ചോദിക്കും, ഞങ്ങൾ സംസാരിക്കുന്നത് നിസ്സാരമുള്ളൂ. എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ സാറേ ഇത് ആ സാധനമല്ലേ എന്നൊക്കെ ചോദിക്കുക, അല്ലെങ്കിൽ പുള്ളി എന്നോട് ചോദിക്കുക, അതൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മൾ ആധികാരികമായിട്ട് കുറേ സിനിമയുടെ കാര്യം വലിച്ചടിച്ച് ചുമ്മാ സംസാരിച്ച് സമയം കളഞ്ഞിട്ടില്ല. അങ്ങേർക്കും സമയമില്ല. അത് തന്നെയല്ല നമ്മളിപ്പോൾ പറഞ്ഞിട്ട് കേൾക്കാൻ സമയം നമുക്കും ഒക്കെ തിരക്ക്, എല്ലാവർക്കും തിരക്കും കാര്യം. അത് തന്നെ ആരും ചുമ്മാ അങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല. അത് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ അടുത്ത പടത്തിൽ എനിക്ക് തരാമെന്ന് പറയുന്നത് അത് വിട്ടിട്ടില്ല അല്ലേ? അതെന്തായാലും ഞാൻ പറഞ്ഞത് നമ്മൾക്ക് പറ്റിയ കഥാപാത്രം ഉണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഉണ്ടാവും. ശ്രുതി, ഇതില് ഒരു രസകരമായ ഒരു അനുഭവം, ഈ ലൊക്കേഷൻ ഉണ്ടായ ഒരു അനുഭവം ഓർത്തെടുക്കാൻ പറയാം. ഞാൻ ഈ ലൊക്കേഷനില്ല, ഞാൻ വേറെ ലൊക്കേഷനിലാണ്. ഈ ലൊക്കേഷൻ വിടാം, ഈ സിനിമയിലെ ലൊക്കേഷൻ. രസകരമായ അനുഭവം വെച്ചാല് അത് ഒന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയുണ്ട്. മത്തി കൂട്ടി ചോറിന് മുള്ളു തൊണ്ടേ പോയിട്ട് തുമ്മിയപ്പം നമുക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത് ഒരു രസകരമായ അനുഭവം തന്നെയായിരുന്നു. അത് ശരിക്കും സിനിമ കണ്ടാൽ ശരിക്കും മനസ്സിലാവും. അതായിരുന്നു ഈ സിനിമയിൽ എനിക്ക് കൂടുതൽ. പിന്നെ ദേവദർശിനി മാമിൻ്റെ കൂടെയുള്ള, ഞാൻ മാമിൻ്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരാളാണ്. മാമിൻ്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ആദ്യത്തെ സിനിമയാന്ന് തോന്നുന്നു നായികയുടെ. മാമിന്റെ 2 സിനിമ ചെയ്തിട്ടുള്ളൂ, ഒരെണ്ണം കഴിഞ്ഞിട്ടില്ല, ഇത് 2 സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞത്. ആദ്യത്തെ സിനിമയാണല്ലേ. ജനചേട്ടാ, ഈ പറഞ്ഞ പോലെ ഈ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് വന്ന് നമുക്ക് ഒരു രസകരമായ മുഹൂർത്തങ്ങളുണ്ടല്ലോ. പല ലൊക്കേഷനിൽ പോയിരിക്കും പല ആളുകളുമായിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. പഴയ ആളുകാരും പുതിയ ആളുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്ത് പോവാണ്. ജീവിതത്തിൽ ഏറ്റവും ഓർമ്മയ്ക്ക് നിൽക്കുന്ന ഒരു അനുഭവം എന്തായിരിക്കും? അല്ല, എനിക്ക് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഈ സിനിമ നമ്മളൊക്കെ പറഞ്ഞ മാതിരി തന്നെ പേരിൻ്റെ അകത്താണ്. കാരണം എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞ് ഞങ്ങൾ പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഡയറക്ടറെ വിളിച്ച് ചോദിച്ച്, തോമസ് എന്തായി നമ്മളെ പടത്തിലെ പേരെന്തും കിട്ടോ? പേരൊന്നും ഇട്ടില്ലടോ, കുറച്ചും കൂടെ കഴിയിട്ടാണ്. അങ്ങനെ കുറച്ചും കൂടെ കഴിഞ്ഞ് കുറച്ച് തോമസ് പറഞ്ഞേ ആ പേരിട്ടുണ്ട് കേട്ടോ, ആന്നാണ്. ആ ഓ അല്ലേ? ഓ അല്ല, ഞാൻ ചോദിച്ച ഓ അമ്മന്നല്ലേ? എല്ലടോ ആന്ന്. അതെന്നല്ലേ ഞാനും പറഞ്ഞു. നീ കുറച്ച് നിർത്തി പറഞ്ഞ് ഞാൻ നിർത്താതെ പറഞ്ഞു. ഈ എല്ലടോ ഇങ്ങനെ. അപ്പൊ വായുവിൽ എഴുതി കാണിച്ച് ഞാനും പറഞ്ഞു ശരി. അങ്ങനത്തെ ഇതന്നെ ഇപ്പൊ വേറെ ആൾക്കാരോട് പറയുമ്പോഴും ഇതേമാതിരി തന്നെയാ. എന്തായാലോ എന്റെ തോമസിന്റെ പടമൊക്കെ ആ പേരിട്ട് എന്താണ് ആണ് ആണ് ഒരു 3 ഓരോ വക ആരോട് ചോദിച്ചാൽ വേറെ 3 ഓരോ വകയും. അപ്പൊ എല്ലാം കൂടെ മൊത്തത്തിൽ പേരും ഞാൻ കഥയും സിനിമയിലൊക്കെ തന്നെ പുതുമായിട്ട് തന്നെ വരികയാണെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലോ, നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ പറഞ്ഞല്ലോ. അല്ല നമ്മുടെ എല്ലാ ആഗ്രഹം സിനിമകളെന്നും എല്ലാ സിനിമയും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. ഒരു സിനിമയും വിജയിക്കാതെ പോലെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നവാസിന് ഇങ്ങനെ കേട്ടപ്പോ എന്താ പറഞ്ഞു? ഞാൻ പേര് ഇവിടെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അമ്മ എന്നുള്ള കാര്യം. പിന്നെ ഇവിടെ ഞാൻ ഈ കടയിൽ നിൽക്കുമ്പോഴേ ഉച്ചക്ക് റെസ്റ്റിനൊക്കെ നിൽക്കുമല്ലോ, ഒരാൾ കൊലയായിട്ട് വന്നു, മറ്റേ വാഴക്കൊല. ഇത് എടുക്കുമെന്ന് വെച്ചിട്ട് ഒറിജിനലാന്ന് വിചാരിച്ചിട്ടേ. പിന്നെ കടയിൽ സാധനം വാങ്ങാൻ വരും ചില ആൾക്കാർ. അതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോയാലോ എന്ന് ആലോചിച്ചാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതങ്ങ് മുന്നോട്ട് കൊണ്ടുപോയാലോ കച്ചവടത്തിനുള്ള വഴി കണ്ടെത്തി സിനിമ ഇല്ലെങ്കിലും. അല്ല, നവാസിനെ സംബന്ധിച്ചോളം കുറേ കഥാപാത്രങ്ങൾ ചെയ്തെങ്കിലും ചെറിയ ചെറിയ വേഷങ്ങളാണ് അറിയപ്പെടുന്ന. അത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രം കുറേ ചെയ്തിട്ടുണ്ട്. നവാസിന് എന്നും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതായിരിക്കും പറയാൻ പറ്റുമോ? നമ്മൾ ചെയ്തതെല്ലാം നമ്മുടെ നല്ല കഥാപാത്രമാണ്, ഇല്ലാന്ന് പറയുന്നില്ല. ഈ ഇടയ്ക്ക് ചെയ്തു വെച്ചല്ല ഞാൻ ചോദിച്ചത്. കുരുതി എല്ലാവരും പറയല്ലേ, കുരുതി ഒരു വ്യത്യസ്ത ഇതാണെന്ന് പറയും. പിന്നെ തമാശ, സുഡാനി, ഇതൊക്കെ തന്നെ. അല്ല, നിങ്ങൾ പറഞ്ഞാൽ എല്ലാം എനിക്ക് ഇഷ്ടമാണ്. ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ. സുഡാനിയാണ് ശരിക്കും നവാസിന് ഒരു മാറ്റിമറിച്ചതെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുന്നു. സുഡാനിയാണ് ഇപ്പോഴും ആൾക്കാർ പറയില്ല. ഫസ്റ്റ് പടമാണ് സുഡാനി. അതെ, അതാണ് ആ സിനിമയാണ് നവാസിനെ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു. പറയുമ്പോൾ എല്ലാവരും പറയും സുഡാനി നവാസ് ആ പാസ്പോർട്ട് പൊന്തിക്കുന്ന സീനും അതൊക്കെ. ഈ ദിലീഷേട്ടനൊക്കെ ആയിട്ട് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു? ഇല്ലാന്ന്. ഞാൻ സത്യം പറഞ്ഞാല് അൻബോർഡ് കൺമണി പടം ചെയ്തോണ്ടിരിക്കാൻ. അതല്ല, ഞാൻ അൻബോർഡ് കൺമണി എന്ന പടം ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോഴാണ് ഈ ഇതിന് കഥ വരുന്നത്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ വെച്ചാല് അവിടെ 2 ദിവസം ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ അത് ഇവിടെ വന്ന് ചെയ്യാം അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷെ അത് ഭയങ്കര റിസ്ക്. എന്താ വെച്ചാൽ അവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് 6 മണിക്ക് ഞാൻ ഇങ്ങോട്ട് കയറും. രാവിലെ ആകുമ്പോഴത്തേനും ഇവിടെ എത്താന്നൊക്കെ. പക്ഷെ ഒരു പ്രാവശ്യം വണ്ടി മാളിപ്പോയി, ഡ്രൈവറോട് കണ്ണു മാളിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ ടൈറ്റാക്കി എടുക്കരുത് പടം. അപ്പം ഞാനെന്താ വെച്ചാൽ സാറുണ്ട് ഈ പടത്തിൽ, അപ്പോൾ ഒന്ന് പരിചയപ്പെടാം ഇതാക്കാന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാ പടം. സാറോട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ മാറ്റം എനിക്ക് പറ്റിയ കഥാപാത്രം കണ്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ, ജാഫർക്കാ വിടൂല. എവിടെ പോയാലും ദിലീഷേട്ടിലേക്ക് കറങ്ങി എത്തുവാണ്. ഞാൻ വേറെ ചോദിച്ചാൽ അവിടെ വന്ന് നിൽക്കുവാണോ ദിലീഷേട്ടാ? അവരെ പടത്തിനൊക്കെ എന്തെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രി വരുന്ന എല്ലാ സിനിമകളും നമ്മൾ കാണുന്നുണ്ടാവും. എന്തെങ്കിലും ഒരു അറ്റംപ്റ്റുള്ള എല്ലാ ശ്രമങ്ങളും അങ്ങനെയുള്ള ആക്ടേഴ്സിനെ എല്ലാവരും നമ്മൾ നോക്കുകയും പ്രത്യേകിച്ച് അതിനൊരു അവസരം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യമാണ് നമുക്കൊരു നല്ല ക്യാരക്ടർ വരുമ്പോൾ ആ ക്യാരക്ടർ നല്ലൊരാൾ പ്രസന്റ് ചെയ്യുക, നല്ലൊരു. അപ്പൊ എല്ലാവരും നമ്മൾ നോക്കി വെക്കുന്നുണ്ട്, പറ്റിയ സാധനം വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ മറന്നു പോകുന്നില്ല. ശരിക്കും ആൾക്കാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. നമ്മൾ മറക്കില്ല, കാരണം നമ്മുടെ ആവശ്യമാണ് കറക്റ്റ് ആക്ടേഴ്സിനെ കൊണ്ടുവരുന്നത്. നമ്മുടെ എല്ലാ ലിസ്റ്റ് ഉണ്ടാവും എപ്പോഴും. ഇപ്പൊ എല്ലാവരും ചോദിച്ചില്ലേ, നവാസി ചോദിച്ചു, ശ്രുതി പിന്നെ ചുമ്മാ അങ്ങനെ ഇരുന്നപ്പം ചാൻസ് ചോദിക്കലല്ല, ഞാനും അല്ല ചോദിച്ചില്ലെന്നാ ഇരിപ്പില്ലേ ഇത് ഒരടുത്ത്. ഞാൻ ചാൻസ് ചോദിച്ചു അല്ലേ. എനിക്ക് തോമസ് സെബാസ്റ്റ്യൻ സാറ് പോന്നിട്ട് പുള്ളിയോട്
അതെ, നിങ്ങൾ പടം പിടിക്കാറില്ല, ഞാൻ ഡയറക്ഷന് കഥാകാം. അത് ചോദിക്കും. അപ്പൊ നോക്കുന്ന അല്ല, ഈ ഒരു സിനിമയുടെ ഒരു വിജയമുണ്ടല്ലോ, ദിലീഷ് ഒരു ഡയറക്ടർ എന്നല്ല, ഒരു സിനിമയുടെ വിജയം. ഇപ്പോൾ പല രീതിക്ക് ആളുകൾ ഒരു സിനിമയെ പരാജയപ്പെടുത്താനുള്ള രീതിക്ക് റൂട്ട് വേറെ, സിനിമ വിജയിപ്പിക്കാൻ വേണ്ടി ഒരു റൂട്ട്, അങ്ങനെ ഒരു യാത്ര എങ്ങനെയാണ് കാണുന്നത്? പൈസ കൊടുത്തു കഴിഞ്ഞാൽ സിനിമയ്ക്ക് നല്ലത് പറയുന്ന ചില ആളുകൾ, പൈസ കൊടുത്തില്ലെങ്കിൽ മോശം പറയുന്ന കുറേ ആൾ, അങ്ങനെയൊക്കെ സിനിമയെ തകർക്കാൻ കഴിയുമെന്ന് ദിലീഷ് വിശ്വസിക്കുന്നു? ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ഒരു സിനിമ നല്ലതാണെങ്കിൽ അത് എന്തൊക്കെ പറഞ്ഞാലും അതിനെ തോൽപ്പിക്കാനൊന്നും പറ്റത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു കുറച്ച് ദിവസത്തേക്ക് തെറ്റിദ്ധരിപ്പിക്കാനോ ഒക്കെ അല്ലേ പറ്റുള്ളൂ. ആൾക്കാർ അത്ര മണ്ടന്മാരല്ലാന്ന്, പ്രേക്ഷകർ അത്ര മണ്ടന്മാരൊന്നും അല്ല. ആരെങ്കിലും ഇപ്പം ഒരാൾ പൈസ മേടിച്ചിട്ട് മോശം പടം നല്ല എന്ന് പറയുകയാണെങ്കിൽ എത്ര പ്രാവശ്യം പറയും, എത്ര പ്രാവശ്യം വിശ്വസിക്കും? ഒരു പടം ഇവൻ നല്ല എന്ന് പറഞ്ഞ് നമ്മൾ പോയി കണ്ടിട്ട് മോശമാണെങ്കിൽ പിന്നെ പോയില്ല. അല്ലെങ്കിൽ നല്ലൊരു പടം ഇവൻ കാരണം ഇവൻ മോശമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പടം കണ്ടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവൻ്റെ വാക്കിനെ വിശ്വസിക്കും? ഇല്ലല്ലോ. ആളുകൾ അങ്ങനെയൊന്നും ഇല്ലെന്ന്. നമുക്കതങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാം, പുറമെ ഒരു ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ, അല്ലാണ്ട് അതിനെ പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. ജനം തിരിച്ചറിയും, പിന്നെ അവൻ എയറിലായിരിക്കും, അവൻ എയറിൽ പോകില്ലേ. പിന്നെ ആവശ്യമുള്ള നല്ലതല്ലേ, നല്ലതിന് നല്ലതെന്ന് പറയും, കൊള്ളില്ലാത്ത പടത്തിനെ കൊള്ളില്ലാന്ന് പറയും. മാർക്കറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് എപ്പോഴും ഒരു സിനിമ ആളുകളെ അറിയിക്കുക, അതിലേക്ക് എത്തിക്കേണ്ടതൊക്കെ ആവശ്യമാണ്. ഒരു പ്രൊഡക്ഷൻ പോലെ തന്നെ അത്രയും തന്നെ മാർക്കറ്റിംഗിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അതെ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആളുകൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആണല്ലോ, അത് എല്ലാവരും അതിനെക്കുറിച്ച് അറിയുക, അത് വരുന്നുണ്ടെന്ന് അറിയുക, ഡേറ്റിൽ അറിയിക്കുക, അതൊക്കെ മാർക്കറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഏത് പ്രോഡക്റ്റും മാർക്കറ്റിൽ എത്തിക്കും. ദിലീഷിന്റെ ആദ്യ പടം മഹേഷിന്റെ പ്രതികാര സമയത്തൊന്നും ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്നേരം അതിന് വേറെ തലത്തിൽ ഇപ്പം നമ്മൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അതത് കാലഘട്ടത്തിൽ എവിടെയാണ് സാധ്യത എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ സാധ്യതകളിലൊക്കെ അപ്പോൾ പത്രത്തിലായിരിക്കാം, അങ്ങനെയുള്ള പല ഏരിയകളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ടാവാം. അന്നെനിക്ക് മഹേഷിനൊക്കെ അന്ന് നോട്ടീസൊക്കെ അടിച്ചിട്ടുണ്ട്. അതത് കാലഘട്ടത്തിൽ സാധ്യമാകുന്ന സ്ട്രാറ്റജി അത് ആളുകളെ അറിയിക്കാനേ നമുക്കിത് ഉപയോഗിക്കുള്ളൂ. ഇനി പ്രോഡക്റ്റ് നല്ലതാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് കാണുന്ന പ്രേക്ഷകരാണ്. അവർ തീരുമാനിച്ചിട്ട് അത് തൊട്ടടുത്ത ആൾക്കാരോട് പറയും. എനിക്ക് തോന്നുന്നത് തിയേറ്ററിലേക്ക് വരുന്ന 70-75% ഓഡിയൻസും അഭിപ്രായം എടുക്കുന്നത് സ്വന്തം സുഹൃത്തുക്കൾ സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഇപ്പം നമ്മുടെ ചുറ്റുള്ള എല്ലാവരും കാണുന്ന നമ്മുടെ ഒരു കൂട്ടുകാരനോട് ചോദിച്ചിട്ടാണ്. അന്ന് റിവ്യൂ കണ്ടിട്ടെന്ന് പറഞ്ഞൊരു ധാരണയെ നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. എന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് പറയുന്ന കമന്റിനെയാണ് കുറച്ചും കൂടെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിക്കുന്നത്. അതിൽ നിന്ന് തന്നെയാണ് നമുക്കറിയാമല്ലോ. ഇപ്പം വെള്ളിയാഴ്ച പടം റിലീസായി ഫസ്റ്റ് ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബുക്കിങ്ങിലെ റേഷ്യോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇത്രേ ഉള്ളൂ. നമ്മളെത്ര പടം ഇപ്പോൾ പ്രൊഡക്ഷനായിട്ടോ ഡയറക്ഷനായിട്ടോ പല പടങ്ങളുടെ കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. എന്തൊക്കെ കുത്തി മറിഞ്ഞാലും മോശം ഒരു പടത്തെ നമുക്ക് പൊക്കാനും പറ്റില്ല, നല്ലൊരു പടത്തെ നമുക്ക് നശിപ്പിക്കാനും പറ്റില്ല. അങ്ങനെയാണ് ഇത് എൻ്റെ വിശ്വാസം. അതായത് ഈ പണ്ട് ഈ റേഷനരി മേടിക്കാൻ പോലും, ഈ റേഷനരി മേടിക്കാൻ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു സഞ്ചിയായിട്ട് റേഷൻ കാർഡുമായിട്ട് ഒരു ചേച്ചി അങ്ങ് പോകും. അപ്പോൾ ആ റേഷനരി മേടിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു താത്തായോ ആരെങ്കിലും വിളിച്ചിട്ട്, ജാനകി എങ്ങനെയാണ് റേഷനരി, എന്നാടി വെള്ളേരിയാണോ ഇതാണോ ഇങ്ങനെ ചോദിക്കും. വെള്ളേരി അടി എന്ന് പറയും. എങ്ങനെയുണ്ട് പൊടി അടി പൊട്ടി ഇതാക്കി അടി എന്നൊക്കെ പറയും. ഇവരുടെ ഒരു വർത്താനം കണ്ടുകൊണ്ട് അവരരി മേടിക്കാന, അവരരി മേടിക്കാനല്ല, പൊളിഞ്ഞ അരിയാന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോയി നന്നായിട്ട് ചോറ് വെച്ച് തരും. ഇവര് അല്ലെന്നറിയോ, മറ്റവർ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തീർന്നു പോകും. അപ്പം വേറെ റേഷൻ കാർഡ് കൊണ്ട് വന്നിട്ട് ഇവർക്ക് പിന്നെ മേടിക്കാമല്ലോ. ഈ വർത്താനം കേൾക്കുമല്ലേ. ഇത് ഇവർ ചെയ്യേണ്ട റേഷൻ കാർഡുമായിട്ട് അവരുടെ വർത്താനം കേൾക്കാതെ ഇവിടെ വന്നു. എന്നിട്ട് ഇവിടെ എന്നാ അരി എന്ന് പറയുമ്പോഴത്തേനും വെള്ളേരിയല്ല, നല്ല കുത്തിരി അവിടെ കിടക്കണേ. അവർ പറഞ്ഞു അത് കേട്ടിട്ട് മേടിക്കാൻ വന്നില്ല. തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നേരിട്ട് എന്നാണ് വല്ലവരും പറയുന്ന കേൾക്കരുതെന്ന്. അവിടെ ഇവിടെ ഇറങ്ങുന്ന കേൾക്കാതെ ഒരു പടം ഇറങ്ങിക്കഴിഞ്ഞാൽ സ്നേഹമുള്ളവർ പൈസ കൊടുത്ത് കാണുവാണെങ്കിൽ ഈ പടം തിയേറ്ററിൽ ചെന്ന് കാണാം. പക്ഷെ തിയേറ്ററിൽ നിന്ന് കാണണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു കുടുംബം പോയി കാണണമെങ്കിൽ 10,000-3000 രൂപ ചിലവാണ് അല്ലേ. ഒരു ഫാമിലി ഒരു വണ്ടിയും കൊണ്ടൊക്കെ പോയി കണ്ട് കേട്ട് വരുമ്പം അവരെന്നെ ഹോട്ടലിൽ കയറി ഒരു ഫാമിലി 10,000-3500 രൂപ പോക്കാൻ നീ, അത് നമ്മളും കൂടെ തീരുമാനിക്കണം. അപ്പം നല്ല സാധനം കൊടുത്തു കഴിഞ്ഞിട്ട് അത് കാണുക, നല്ലതിനെ നല്ലതെന്ന് പറയുക, ചീത്തയാണെങ്കിൽ ചീത്ത എന്നും പറയുക. അല്ല, അത് ജാഫർ പറഞ്ഞതിന്റെ ഉദാഹരണം കറക്റ്റാണ്. ദിലീഷ് ചേട്ടൻ പറഞ്ഞു നിർത്തിയെന്നുള്ള ഉദാഹരണം കറക്റ്റായിരുന്നു. നേരിട്ട് നല്ല സിനിമ എടുത്തത് 3,500-4,000 മുടക്കി ആർക്കും നഷ്ടവും ഇല്ല. നല്ല സിനിമ എടുക്കുമ്പോൾ കാര്യമില്ലെന്ന് അതിൽ വേറെ. ഇപ്പം നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് ആർക്കാണ് ഇപ്പോൾ നല്ല സിനിമ തിയേറ്ററിൽ ഒന്നും ആർക്കാണ് ഇത്ര വിരോധം? ഇത് ആ പടം ഓടിയെന്ന് വെച്ചിട്ട് ഇപ്പുറത്തെ പടം കളിക്കുന്ന നമുക്ക് ആർക്കും വിരോധം. എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ലല്ലോ ഒരു സിനിമ ഓടിയെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ അതുകൊണ്ട് വലിയ
മോശം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു പടം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരേ ദിവസം റിലീസ് ചെയ്ത 3 പടം വരെയൊക്കെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്. തലയാഴ്ച ഇപ്പം എനിക്ക് പ്രേമലുമൊക്കെ റിലീസ് ചെയ്ത സമയത്ത് ആ മാസത്തിൽ തന്നെ 4-5 സൂപ്പർ ഹിറ്റാണ്. എല്ലാ ഹിറ്റായിരുന്നു. ഒരെണ്ണത്തിന്റെ വിജയം മറ്റൊരു പടത്തിന് പരാജയം അല്ലെങ്കിൽ അതിന്റെ ഒന്നും ബാധിച്ചില്ല. അങ്ങനൊന്നുമില്ല. അത് നല്ലത്. നമുക്കിപ്പം ഇപ്പം മോശം പടമാണ് ഈ ആഴ്ച തന്നെ എനിക്ക് സിനിമ കാണണം അങ്ങനെ ഒരു പ്രേക്ഷകനും താല്പര്യമില്ല. എനിക്ക് ഞായറാഴ്ച ഒരു സിനിമ കണ്ടേ അടങ്ങും അങ്ങനെയുള്ളൊരു ഇതുമില്ല. നല്ലൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ 1-2 പടം ഒരാഴ്ചയോ 2 ആഴ്ചയോ എടുത്ത് കാണാം. ഒരു പടം വന്നാൽ എന്തായാലും 3-4 ആഴ്ച ഉണ്ടല്ലോ. 3-4 ആഴ്ചക്ക് എപ്പോഴെങ്കിലും അവർ പോയിട്ട് ആ പടം കാണും. നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വർത്താണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ 2 കാര്യങ്ങൾ ചോദിച്ചാൽ ഇതിന്റെ സ്ക്രിപ്റ്റ് നമ്മൾ എടുത്തു പറഞ്ഞതാണ്. ആ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ കവിപ്രസാദ് ആണെങ്കിൽ പാട്ടൊക്കെ എഴുതി വന്നിട്ട് ഈ സിനിമയിലേക്ക് സ്ക്രിപ്റ്റിലേക്ക് വന്നു. സ്ക്രിപ്റ്റ് ആണല്ലോ, അതെ സ്ക്രിപ്റ്റ് ആണല്ലോ ഒരു സിനിമയുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡയറക്ഷൻ സ്ക്രിപ്റ്റ് എങ്ങനെയുണ്ട് ദിലീഷ് ചേട്ടനൊക്കെ വായിച്ചു? കവിക്ക് ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ആളാണ് കവിപ്രസാദ്. ആൾക്ക് ഈ നാടും ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ ഓരോ വ്യക്തികളും ഒക്കെ ആയിട്ട് അത്ര ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്നുള്ള ക്യാരക്ടേഴ്സിനെ തന്നെയാണ് ഈ സിനിമയിലേക്ക് ക്യാരക്ടേഴ്സായിട്ട് എടുത്തിട്ടുള്ള ആ റെഫറൻസ് ചെയ്യുന്നൊക്കെയാണ്. അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അത്ര ആഴത്തിൽ അറിയാവുന്ന ഒരു പ്രദേശത്തേക്ക് ഈ കഥ പ്ലേസ് ചെയ്യുമ്പോൾ അങ്ങനെ അറിയാവുന്ന ഒരു പ്രദേശത്തു നിന്നുള്ള റിയൽ ക്യാരക്ടേഴ്സിനെ ഉണ്ടാക്കുമ്പോൾ ആ ക്യാരക്ടേഴ്സിന് ഡെപ്ത് ഉണ്ടാവും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് ആ ക്ലാരിറ്റി തന്നെയാണ് ഈ പടത്തിന്റെ ബലവും. ഡയറക്ഷനിലേക്ക് നമ്മുടെ ഡയറക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഡയറക്ടറല്ല ഇപ്പം ഇതിൻ്റെ ഒരു വിശാലം പറഞ്ഞിട്ട് ഈ കവിപ്രസാദ് എന്ന് പറയുന്ന റൈറ്ററില്ലേ, അത് അദ്ദേഹം അന്യരാജ്യത്തെയോ അന്യ സംസ്ഥാനത്തെയോ അന്യ ജില്ലയിലെയോ കഥയല്ല. സ്വന്തം നാട്ടിലെ കുറേ ജീവിച്ചിരുന്നതും പിന്നെ ഇപ്പം ജീവിച്ചിരിക്കുന്നതുമായ കുറേ ആൾക്കാർ, മരണപ്പെട്ട ആൾക്കാരൊക്കെ വിളിച്ചു യഥാർത്ഥ കഥാപാത്രങ്ങളെ വെച്ചിട്ട് അയാൾ ആ നാടിനെ കുറിച്ച് അയാളുടെ അതിനൊരു ബഹുമാനിക്കും. അങ്ങനെ ഈ നാടിനെ തന്നെ പുള്ളിയുടെ വീട് തൊട്ടാലേ ഇവിടെ അല്ലേ ഈ മുകളിലാ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്. അപ്പം അത് ഒരു അംഗീകാരം തന്നെയാണ്. ആ കഥയ്ക്ക് ഒരു വലിയ കാമ്പുണ്ടാവും. അതാണ് നമുക്ക് മനസ്സിലാക്കി തന്നെ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് അവസാനിപ്പിക്കണം. നമുക്ക് ഈ ഡെസ്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു കുട്ടിപ്പാട്ടോടുകൂടി അവസാനിപ്പിക്കാൻ തന്നെ ആവാസമുണ്ട്. അല്ല ഞങ്ങൾ കേട്ടോണ്ടിരിക്കുക നീ കൊട്ടിപ്പാട്ട് കൊട്ടിപ്പാട്ട് അല്ല അത് അങ്ങനെ അല്ല ദിലീഷ് ഇവര് നല്ല അങ്ങോട്ടും ഇടവും പലവും നല്ല പാട്ടുകാരിപ്പുണ്ട്. ശ്രുതിയാണെങ്കിൽ പാടാൻ റെഡി ആയിട്ട് താളം പിടിക്കാൻ ശ്രുതി പാടും. ശ്രുതി അല്ല ശ്രുതിയുണ്ടല്ലോ, ശ്രുതിയുണ്ട്, നീ പാടിയാൽ അപ്പൊ ഒരു പാട്ട് പാടി അവസാനിപ്പിക്കാൻ നമുക്കൊരു കാര്യം ചെയ്യാൻ താഴെ മുട്ടത്ത് പോയി ഏതെങ്കിലും ബാർ ഹോട്ടൽ താളം വന്നു. കോഴിക്കോട്ടുള്ളൊരു ചായക്കടയില് ഊണു കഴിക്കാനായി ചെന്നാനേ ഊണു ചോദിച്ചപ്പോ ബിരിയാണി ഉണ്ടെന്ന് എന്നവർ ചൊന്നാനേ. കോഴിക്കോട്ടുള്ളൊരു ചായക്കടയിൽ ഊണു കഴിക്കാനായി ചെന്നാനേ ഊണു ചോദിച്ചപ്പോ ബിരിയാണി ഉണ്ടെന്ന് എന്നവർ ചൊന്നാനേ. അപ്പം സൂപ്പർ ഹിറ്റായിട്ട് സിനിമ. ഈ സിനിമ 24-ാം തീയതിയാണ് റിലീസ്. എല്ലാവരും സിനിമ കാണാം. അന്ന് കാണാൻ പറ്റില്ല, പിറ്റേ ദിവസം എല്ലാ ദിവസവും സിനിമ തിയേറ്ററിൽ ഓടുന്ന ദിവസങ്ങളായിരിക്കും. ഇതിൻ്റെ 25, 50, 100 ദിവസം ആഘോഷിക്കാൻ ഇതുപോലെ വലിയ ലൊക്കേഷനിൽ ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ. സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഒത്തിരി സന്തോഷം. എല്ലാവരും സിനിമ തിയേറ്ററിൽ കാണണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.